ഏതൊരു വിദ്യാസമ്പന്നയായ സ്ത്രീയുടെയും മനസ്സിലുണ്ടാകുന്ന വന്യമായ ഒരു സ്വപ്നമാണ് IAS എന്ന മൂന്നക്ഷരം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കാലെടുത്ത് വെച്ച് സമൂഹത്തിനു വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാം ചെയ്യുക എന്നുള്ളതാണ് ആ സ്വപ്നം. ആ സ്വപ്നം കയ്യെത്തിപ്പിടിച്ച് തൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ മലബാറിൽ തന്നെ ജനങ്ങളെ സേവിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിനിയായ ഡോക്ടർ അദീല മുഹമ്മദ്. തൻ്റെ ഭർത്താവിൻ്റെ നാടായ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഏലംകുളത്തു നിന്ന് അകലെയല്ലാത്ത തിരൂരിൽ സബ് കളക്ടറാണ് ഡോക്ടർ അദീല. കുറ്റ്യാടി വടയം സ്വദേശി അബ്ദുള്ളയുടെയും അധ്യാപികയായ ബിയാത്തുവിൻ്റെയും മകളായ ഡോക്ടർ അദീല 4ാം ക്ലാസ് വരെ കുറ്റ്യാടി ഗുഡ് ഫെയ്ത്ത് സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് ചാത്തമംഗലം MES രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠനം. തുടർന്ന് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി. സ്ത്രീ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളും അതുപോലെ ഗുണങ്ങളും ഉണ്ട്. സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രായമായവരുടെ പ്രശ്നങ്ങൾ വരുമ്പോഴും മറ്റു പൊതുവായ പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമെന്ന് ഡോക്ടർ അദീല പറഞ്ഞു. ഡോക്ടർ അദീലയുടെ ഭർത്താവ് ഡോക്ടർ റബീഹ് പരിഹാരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ MDക്ക് പഠിക്കുന്നു. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് തനിക്ക് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് ഡോക്ടർ അദീല പറഞ്ഞു. 2013 അസിസ്റ്റന്റ് കലക്ടർ ട്രെയിനിയായാണ് ഡോക്ടർ അദീല ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഇപ്പോൾ തിരൂർ സബ് ഡിവിഷനിൽ സബ് കലക്ടറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയാണ് ഡോക്ടർ അദീല. അദീലയുടെ ദൃഢനിശ്ചയവും ചിട്ടയോടുള്ള പ്രവർത്തനവും കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്നും അദീലയുടെ ഭർതൃമാതാവും ഏലംകുളം കുന്നംകാവ് LP സ്കൂളിൽ നിന്നും സ്വയം വിരമിച്ച അധ്യാപികയായ താഹിറ പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ കഴിയും എന്നുള്ളത് ഒരു പിന്നെ നമ്മൾ സമുദായത്തിനും അതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഇങ്ങനെ സിവിൽ സർവീസ് നമ്മളെ സമൂഹത്തിൽ നിന്ന് അധികം ഇല്ലല്ലോ. സ്ത്രീകൾ പ്രത്യേകിച്ചും കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഇവള് കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും ഇങ്ങനെ കോച്ചിങ് സിവിൽ സർവീസ് പ്രാക്ടീസ് ചെയ്യാൻ പോരുമ്പോൾ അടുത്തുനിന്ന് തന്നെ കുറേ പേര് സംശയം ചോദിക്കാനും ഒക്കെ വരാനും അപ്പം അതൊരു പ്രചോദനമായി ഇവൾക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ. ഔദ്യോഗിക ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഡോക്ടർ അദീലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിനായും ഗുണപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഡോക്ടർ അദീലയ്ക്ക് കഴിയട്ടെ എന്നാശംസിക്കുന്നു.